ഇപ്പോൾ ഡോക്ടർ പ്രിൻസ് പ്രസാദ് അദ്ദേഹം സയൻസ് അധ്യാപകൻ കൂടിയാണ്, യൂണിവേഴ്സിറ്റി കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് കൂടിയാണ്. ശ്രീ ഡോക്ടർ പ്രിൻസ് പ്രസാദ് വളരെ അഭിമാനമുള്ളൊരു യാത്രയാണ്. ഒരുപക്ഷെ അമേരിക്കയിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ്. പക്ഷേ നമ്മുടെ സാന്നിധ്യം ശുഭാംശു ശുക്ലയിലൂടെ ഭാരതത്തിൻ്റെ ഈ യാത്രയിലുള്ള പങ്ക് അത് നമ്മുടെ ഇനിയുള്ള ദൗത്യങ്ങളിലേക്ക് വഴിതെളിക്കുക, അങ്ങനെ ഒരുപാട് ചരിത്രപരമായ സവിശേഷതകളുള്ള ഒരു യാത്രയാണ്. അങ്ങനെ ഒരു ശാസ്ത്ര ഗവേഷകന് അല്ലെങ്കിൽ ശാസ്ത്ര അധ്യാപകന് ഈ നിമിഷം എത്രത്തോളം ആഹ്ലാദം ഉണ്ടാകും? 41 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഭാരതീയൻ, ഒരു ഇന്ത്യക്കാരൻ സ്പേസിലെത്തിയിരിക്കുന്നു. ആ സ്പേസിലെത്തിയിരിക്കുന്നു മാത്രമല്ല, വളരെ അഭിമാനമായിട്ട് ശാസ്ത്രലോകം കൊണ്ട് നടക്കുന്ന ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ ഒരു പര്യവേക്ഷകനായിട്ട് ഒരു ഇന്ത്യക്കാരൻ മാറിയിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അഭിമാനകരമായ ഒരു നിമിഷമാണ്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്താണ് 41 വർഷങ്ങൾക്ക് മുൻപ് രാകേഷ് ശർമ്മ ഇതേപോലെ ഒരു ശൂന്യാകാശ യാത്ര നടത്തിയത്. അത് ഞാൻ ഓർക്കുന്നു. രവീഷ് മൽഹോത്ര എന്ന് പറയുന്ന ഒരു ബാക്കപ്പായിട്ട് വേറൊരാൾ കൂടി ഉണ്ടായിരുന്നു. അന്ന് ഇതേപോലെ നമ്മൾ വളരെ നല്ല രീതിയിൽ സന്തോഷിച്ചിരുന്നു. പക്ഷേ ആ കാലത്തു നിന്നൊക്കെ മാറി ഇന്ത്യ ഒരുപക്ഷെ ലോക രാജ്യങ്ങളിൽ തന്നെ സ്പേസുമായിട്ട് ബന്ധപ്പെട്ട സ്പേസ് എക്സ്പെഡീഷനുകളിലും ശൂന്യാകാശ യാത്രകളിലും ബഹിരാകാശ യാത്രകളിലും ഒക്കെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതാണ് ശ്രീ പ്രിൻസ് ഇതിലെ ഒരു പ്രത്യേകത. കാരണം ഇപ്പം അങ്ങേ അന്നത്തെ അനുഭവം പറയുമ്പോൾ അന്ന് നമുക്ക് പത്രങ്ങളിലൊക്കെ വായിച്ചാണ് ഈ വിവരങ്ങൾ അറിയാൻ കഴിയുക. ഇന്ന് നമ്മൾ ഇതിനു മുൻപ് ഡോക്കിംഗ് ഒക്കെ നമ്മൾ ഇപ്പോൾ ഇതേപോലെ തത്സമയ ദൃശ്യങ്ങൾ തന്നു തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ഇന്ത്യക്കാരൻ്റെ അല്ലേ ഒരു പാദസ്പർശമേൽക്കുന്ന ഡോക്കിംഗ് എന്നത് അല്ലേ നമ്മളിൽ വലിയ സന്തോഷം ഉണ്ടാക്കുന്നത്. വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ്. കാരണം ഈ നമുക്കൊന്നും സ്വപ്നം കാണാൻ ഒരുപക്ഷെ പറ്റാതിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. അതിൽ നിന്നൊക്കെ ഒത്തിരി മാറിയിട്ട് നമ്മുടെ സാറ്റലൈറ്റ് മിഷനൊക്കെ 1970-കളിലാണ് ആരംഭിക്കുന്നത്. മറ്റു രാജ്യങ്ങളൊക്കെ ഒരുപാട് മുന്നിൽ പോയതിനു ശേഷമാണ് ഒരുപക്ഷെ നമ്മൾ ആ ഫീൽഡിലോട്ട് വരുന്നത്. 1950-കളിലൊക്കെ റഷ്യയും അമേരിക്കയും ഒക്കെ ഈ മേഖലയിൽ വന്നു. നമ്മളൊരു 70-കളിലൊക്കെയാണ് ഇതിലോട്ട് വരുന്നത്. അതിനുശേഷം നമ്മുടെ ISRO ഉൾപ്പെടെ നമ്മുടെ ബഹിരാകാശ ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് ഇപ്പോൾ നമ്മൾ ചന്ദ്രനിലും ചൊവ്വയിലും ഇപ്പോൾ അടുത്ത് തന്നെ നമ്മൾ മറ്റ് ഗ്രഹങ്ങളിലേക്കും ISS പോലെയുള്ള മറ്റൊരു സ്റ്റേഷൻ ഉണ്ടാക്കുന്നതിലേക്കൊക്കെ നമ്മൾ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ആദ്യ പടിയായിട്ട് തന്നെ ഈ ഒരു പര്യവേക്ഷണത്തെ കാണാം. ഈ 4 ശുഭാംശു ശുക്ല ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ നമ്മുടെ ഇനിയുള്ള നമ്മുടെ ഗഗൻയാൻ ദൗത്യത്തിലെ 4 പേരിൽ ഒരാളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ആൾ കൂടിയാണ് ശുഭാംശു ശുക്ല. അപ്പോൾ അദ്ദേഹം കൊണ്ടുവരുന്ന അറിവുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന അറിവുകൾ അടുത്ത് നമ്മുടെ വിശദമായ നമ്മളുടെ രാജ്യത്തിന്റെ പര്യവേക്ഷണങ്ങളെ നല്ല രീതിയിൽ സഹായിക്കുമെന്ന് തന്നെ കരുതാം. അപ്പം ആ ഒരു രീതിയിൽ കൂടി തന്നെ നമുക്ക് നോക്കി കാണേണ്ടതുണ്ട്. ഇന്ത്യയുടെ ബഹിരാകാശ പരീക്ഷണങ്ങൾ മറ്റു രാജ്യങ്ങളോട് കിട്ടപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ ഉള്ള പരീക്ഷണങ്ങളാണ്. നമ്മളിപ്പോൾ അടുത്ത് തന്നെ നമുക്കൊരു സ്പേസ് സ്റ്റേഷൻ, ഇപ്പോൾ നമ്മൾ ഡോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് നമ്മളുടെ ഒരു യാത്രികൻ പോയിരിക്കാം. അതുപോലെ ഒരു സ്പേസ് സ്റ്റേഷൻ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് അല്ലെങ്കിൽ ആ ഒരു നേട്ടത്തിലേക്കാണ് നമ്മുടെ പോക്ക്. അപ്പോൾ അത്തരം നമ്മുടെ പര്യവേക്ഷണങ്ങളെയൊക്കെ നല്ല രീതിയിൽ സഹായിക്കാൻ ഈ ഒരു യാത്രയ്ക്ക് കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെയാണ് ഇപ്പോൾ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള വിത്ത് അല്ലേ ഇതിൻ്റെ ഒരു ഭാഗമായി ബഹിരാകാശത്തേക്ക് എത്തുന്നു. അതൊക്കെ എനിക്ക് തോന്നുന്നു ഡോക്ടർക്കും അറിയാമായിരിക്കും. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഇത്തരം ദൗത്യങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോഴൊക്കെ ആളുകൾ പെട്ടെന്ന് ഇതൊക്കെ ചെയ്താൽ ദാരിദ്ര്യം മാറുമോ, പട്ടിണി മാറുമോ, ഇങ്ങനെയുള്ള പരാമർശങ്ങളോ അഭിപ്രായങ്ങളൊക്കെ നടത്തിയിരുന്ന കാലത്തുനിന്ന് മാറി ഈ ISROയുടെ ഓരോ നേട്ടങ്ങളെയും ഓരോ സാധാരണക്കാരനും വളരെ അഭിമാനപൂർവ്വം കേൾക്കുന്ന ഒരു കാലത്തിൽ മാറി. ഇപ്പോൾ എനിക്ക് ഈ ശാസ്ത്രരംഗത്ത് കൂടുതൽ അനുഭവമുള്ള അങ്ങേക്ക് അത് കൃത്യമായിട്ട് അറിയുന്നുണ്ടാവും. എങ്ങനെയാണ് പണ്ട് ശാസ്ത്ര നേട്ടങ്ങളെ ആളുകൾ കണ്ടിരുന്നത്, ഇപ്പോൾ ISROയുടെ അടക്കമുള്ള നേട്ടങ്ങളെ അല്ലേ ഈ സമൂഹം കാണുന്നത്. അതിലൊരു വലിയ ഒരു മാറ്റം അതൊരു പക്ഷേ ISROയ്ക്ക് തന്നെ കൂടുതൽ കുതിപ്പേകുന്നതാണ് ഒരു രാജ്യം മുഴുവൻ അവർക്കൊപ്പം നിൽക്കുമ്പോൾ അല്ലേ? തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഒരുപാട് തരം വിമർശനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ ബഹിരാകാശ പര്യവേഷണങ്ങളൊക്കെ എന്തിനാണ് ഇത്രയും പൈസ നടത്തി നമ്മൾ റോക്കറ്റ് അയക്കുന്നത്, എന്തിനാണ് ഇത്രയും പൈസ മുടക്കി ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതൊക്കെയുള്ള വളരെ വിമർശനപരമായ ചോദ്യങ്ങൾ നേരിട്ടുകൊണ്ടാണ് ശാസ്ത്രലോകം ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. 1970-കളിൽ ആര്യഭട്ട വിക്ഷേപിച്ചപ്പോൾ ഇതേ ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമുക്കറിയാം ആര്യഭട്ടയെ പോലെ 10-15 സാറ്റലൈറ്റുകൾ നമ്മുടെ ബഹിരാകാശത്ത് നമ്മുടേതായിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നമ്മൾ ബഹിരാകാശ കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, നമ്മുടെ ഭൂമിയുടെ കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, നമ്മുടെ കൃഷിക്ക് സഹായിക്കുന്നുണ്ട്, നമ്മുടെ യുദ്ധമുന്നണികൾ സഹായിക്കുന്നുണ്ട്, കാലാവസ്ഥ പ്രവചനങ്ങൾ സഹായിക്കുന്നുണ്ട്, ടെലിമെഡിസിൻ പോലെയുള്ള പ്രവൃത്തികളുണ്ട്. ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, ഇപ്പം ഞാനും നിങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം പോലും ഈ സാറ്റലൈറ്റുകളുടെ ഒരു ഗുണമാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ ബഹിരാകാശത്തേക്കൊക്കെയുള്ള നമ്മുടെ ഇപ്പോഴത്തെ പരീക്ഷണങ്ങൾ ഇന്നൊന്നും ആയിരിക്കില്ല അതിൻ്റെ ഒരു ഫലം വരുന്നത്. അത് കാലങ്ങളെടുക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ വളരെ നിരർത്ഥകമാണ്. ശാസ്ത്രം ചെയ്യുന്നതെല്ലാം
നാളേക്കുള്ള ഒരു മൂലധനമായിട്ട് കാണണം. ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നാളേക്കുള്ള ഒരു മൂലധനമായിട്ട് നമ്മൾ നിക്ഷേപമാണ് ശരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പൊതുവിൽ ബഹിരാകാശ പരീക്ഷണങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ബഹിരാകാശ പര്യവേഷണങ്ങളെല്ലാം ജനങ്ങൾ വളരെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന സാധനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വിമർശനങ്ങൾ വരുന്നത്. ഓരോ വിജയവും പരാജയവും എല്ലാം ആളുകൾ നല്ല രീതിയിൽ അത് വിലയിരുത്തുകയൊക്കെ ചെയ്യുന്ന ഒരു സമൂഹമാണ് ഇന്ത്യൻ സമൂഹം. ഒരുപക്ഷെ ഡോക്ടർ, ഒരുപക്ഷെ ലോകത്തിന് തന്നെ, കാരണം അങ്ങേക്ക് ഓർമ്മയുണ്ടാവും അല്ലേ, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്, അല്ലെങ്കിൽ പോലും ഏകദേശം ഒരു പതിറ്റാണ്ടോളം മുമ്പ് എലൈറ്റ് സ്പേസ് ക്ലബിൽ കയറാൻ വേണ്ടി കൊതിക്കുന്ന ഇന്ത്യക്കാരൻ, ഒരു പശുവുമായി ആ വാതിലിന് മുട്ടുന്ന ഒരു ഇന്ത്യക്കാരൻ്റെ കാർട്ടൂൺ ന്യൂയോർക്ക് ടൈംസ് വരച്ചത് വർഷങ്ങൾക്ക് മുൻപാണ്. വലിയ വിവാദങ്ങളും വിമർശനങ്ങൾക്കും ഇടയാക്കിയ ഒരു കാർട്ടൂണായിരുന്നു. എങ്ങനെയൊക്കെ ഇന്ത്യയുടെ നേട്ടങ്ങളെ കുറച്ചു കാണിക്കാൻ കഴിയും, അല്ലെങ്കിൽ അതിനെ കളിയാക്കാൻ കഴിയുമെന്നൊക്കെ ഗവേഷണം നടത്തിയിരുന്ന പല അന്താരാഷ്ട്ര മാധ്യമങ്ങളുമുണ്ട്, അമേരിക്കൻ മാധ്യമങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അവരുടെ മുമ്പിൽ ഒരു വർഷം തന്നെ ഏറ്റവും കൂടുതൽ സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുന്ന, അല്ലെങ്കിൽ അവരൊരു സിനിമ എടുക്കുന്ന പണത്തിൽ അങ്ങ് ചൊവ്വ വരെ പോയി വരാൻ ശേഷിയുള്ള ഒരു രാജ്യമായി നമ്മുടെ രാജ്യം മാറുന്നത് മറ്റു രാജ്യങ്ങൾക്ക് പോലും അസൂയുണ്ടാക്കുന്ന ഒരു വളർച്ച കൂടിയാണല്ലേ? അങ്ങനെ നമുക്കതിനെ കാണാൻ കഴിയും. കാരണം നമ്മൾ ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന ഒരു കാലത്ത് ആളുകൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അതാണ് അതിന്റെ സത്യം. ഇന്ത്യയിൽ നിന്ന് ഇന്ത്യ ഒരു കുറച്ച് വിവിധ സംസ്കാരങ്ങളുടെ ഒരു കൂട്ടമാണ്, പല വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകളാണെന്നൊക്കെ ഉള്ളതിനുപരി നല്ല രീതിയിലുള്ള ശാസ്ത്ര നേട്ടങ്ങളൊന്നും ഇന്ത്യയിൽ നിന്ന് വരുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വേണം ഒരുപക്ഷെ കാണാൻ. പക്ഷേ ഇപ്പോൾ നമ്മുടെ കാലമൊക്കെ മാറിയിട്ടുണ്ട്. ഗ്ലോബലായിട്ട് തന്നെ സഹകരണങ്ങൾ ഒരുപാടുണ്ട്, മറ്റു രാജ്യങ്ങളിൽ നമ്മളുമായിട്ട് സഹകരണമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ ശാസ്ത്ര നേട്ടങ്ങൾ മറ്റേതൊരു രാജ്യവുമായിട്ട് കിടപിടിക്കാവുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ബഹിരാകാശ രംഗത്ത്. അത് നമ്മൾ പറയാതിരുന്നുകൂടാ. കാരണം നമുക്കറിയാം, നമ്മളുടെ ഈ റോക്കറ്റ് ലോഞ്ചിങ്ങിലൊക്കെ നമ്മുടെ ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ, നമ്മുടെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ നമുക്ക് ഉണ്ടായ പരാജയങ്ങൾ വളരെ കുറവാണ്. ASLV GSLV ഒക്കെ നമ്മളുടെ ശൂന്യാകാശ എന്താ പറയുക റോക്കറ്റുകളായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ASLV GSLVയുടെയൊക്കെ പരാജയങ്ങൾ വളരെ കുറവാണ്. അവരുടെ വിജയ റേറ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതൊക്കെ അതെല്ലാം കൊണ്ട് ഇപ്പോൾ ആളുകൾ മറ്റു രാജ്യങ്ങൾ നമ്മളുടെ റോക്കറ്റ് ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ചിട്ട് അവരുടെ ഉപഗ്രഹങ്ങളൊക്കെ വിക്ഷേപിക്കാൻ പറ്റുമോ എന്നുള്ള അന്വേഷണത്തിലാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സംരംഭത്തിനും കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇന്ത്യക്ക് വിദേശ നാണയം നേടിത്തരുന്ന ഒരു സംരംഭം കൂടിയാണിത്. നമ്മുടെ ബഹിരാകാശ സംവിധാനങ്ങൾ മറ്റുള്ളവരുടെ ഉപയോഗത്തിനായിട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ വിദേശ നാണയമൊക്കെ നേടിത്തരുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അതാണ്, നമ്മൾ അത്രയും വളരെ ഹമ്പിളായിട്ട് 1970-കളിൽ 69-കളിലൊക്കെ ആര്യഭട്ട വിക്ഷേപിച്ച് തുടങ്ങിയ നമ്മൾ ഇപ്പോൾ ഈ മേഖലയിൽ വിരലിൽ എണ്ണാവുന്ന 4-5 രാജ്യങ്ങളുടെ പട്ടികയിൽ നമ്മളുണ്ട്. ആ 4-5 രാജ്യങ്ങളുടെ പട്ടികയിൽ ബാക്കി എല്ലാ രാജ്യങ്ങളും ഒരുപക്ഷെ വികസിത രാജ്യങ്ങളാണ്. നമ്മൾ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനമാണ്. അപ്പം അത് ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന ഒരു ഘടകമാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ ഇപ്പോൾ പോകുന്ന ശുഭാംശു ശുക്ലയൊക്കെ ആ ബഹിരാകാശ വാഹനത്തിന്റെ പൈലറ്റിന്റെ ഒരു റോളിലാണ് പോയിരിക്കുന്നത്. നല്ല ഏറ്റവും കൂടുതൽ ടെക്നിക്കൽ പൊസിഷൻ ആവശ്യമായ ഒരു കാര്യം കൂടിയാണ്. വെറുതെ ഒരു യാത്രികനായിട്ട് പോവുക മാത്രമല്ല, അത് കൃത്യമായിട്ട് നിയന്ത്രിച്ച് അവിടെ ഡോക്കിംഗ് എന്നൊക്കെ എന്ന് പറയുന്നത് വളരെ സാങ്കേതിക സൂക്ഷ്മത വേണ്ട. അതെ, പൈലറ്റ് ചുമതലയാണ് അദ്ദേഹം നിർവഹിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ച് അടുത്ത നമ്മുടെ യാത്രയ്ക്ക് നമ്മളെ നയിക്കാൻ കൃത്യമായി അനുഭവ സമ്പത്തുള്ള ഒരാളുണ്ട്. നമുക്ക് ആ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പോകാം ഗഗൻയാനൊക്കെ, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ ഓരോ ബഹിരാകാശ യാത്രകളും ഓരോ പരീക്ഷണങ്ങളാണ്. എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നടക്കാമെന്നും എന്തൊക്കെ കുഴപ്പങ്ങൾ ഇവിടെ അതിനുണ്ടാകാമെന്നും ഒക്കെ ഉള്ളൊരു പഠനം കൂടിയാണ് ഓരോ ബഹിരാകാശ യാത്രയും. ഈ ഒരു ബഹിരാകാശ യാത്രയിൽ ഉണ്ടാകുന്ന ഏതൊരു ചെറിയ കുഴപ്പവും അടുത്ത ഒരു ദൗത്യത്തിന്റെ പുസ്തകം കൂടിയാണ്. അപ്പോൾ അത്തരം രീതിയിൽ ഇപ്പോൾ ഈ ശുഭാംശു ശുക്ലയ്ക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു തിരിച്ചറിവും ഈ ഒരു പരിചയവും അടുത്ത നമ്മുടെ ഗഗൻയാൻ പോലെയുള്ള നമ്മുടെ സംവിധാനങ്ങൾക്ക്, നമ്മുടെ ബഹിരാകാശ പര്യവേഷണങ്ങൾക്ക് തീർച്ചയായിട്ടും മുതൽക്കൂട്ടാവും. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഇതിനോടൊപ്പം തന്നെ ഈ ശുഭാംശുവിനോടൊപ്പം തന്നെ മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണനും ഇതിനു വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങളെല്ലാം നേടിയ ആളാണ്. അദ്ദേഹവും അടുത്ത ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമാകേണ്ട ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ യാത്രികനായി ഉൾപ്പെട്ടില്ലെങ്കിൽ പോലും മറ്റൊരാൾ കൂടി ഇതേ തരത്തിലുള്ള പരിശീലനങ്ങളിലെല്ലാം കടന്നുപോയ രണ്ടുപേരുടെ ഒരു അനുഭവ സമ്പത്തും കൂടി കൊണ്ടാണ് നമ്മൾ അടുത്ത ഗഗൻയാൻ മിഷനുകളിലേക്ക് പോകാനിരിക്കുന്നത്. ഡോക്ടർ, ഇതിലിപ്പോ ഒരുപാട് പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ഏകദേശം 10-ൽ താഴെ പരീക്ഷണങ്ങൾക്ക് ഇദ്ദേഹം തന്നെ ശുഭാംശു ശുക്ല തന്നെ നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പരീക്ഷണങ്ങളിലേക്ക് ഒരു എന്താണ് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ്? നമുക്ക് എന്തൊക്കെ രീതിയിലാണ് വരും കാലങ്ങളിൽ ഉപകരിക്കപ്പെടാൻ സാധ്യത?
ഈ ബഹിരാകാശത്തുള്ള പരീക്ഷണങ്ങൾ പ്രമുഖമായിട്ടും പലതരത്തിൽ അതിനെ കാണാം. ഒന്ന്, നമ്മൾ ബഹിരാകാശ സ്റ്റേഷനുകളിൽ ഇപ്പോൾ മനുഷ്യർ വാസമുണ്ട്. ഇപ്പോൾ 7 മനുഷ്യർ ISS-ൽ എപ്പോഴും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ 7 ശാസ്ത്രജ്ഞരുള്ള എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവിടെ നിലനിൽക്കണമെങ്കിൽ അവിടെ ഫുഡ് വേണം, അവിടെ കൃത്യമായ വായു സഞ്ചാരം വേണം, അല്ലെങ്കിൽ കൃത്യമായ മനുഷ്യന് വസിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കണം ആ ISS-നകത്ത്. അപ്പോൾ ഈ ഫുഡൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകുക എന്നൊക്കെ പറയുന്നത് വളരെ വലിയൊരു, നമുക്ക് ചിലവേറിയൊരു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ലോഡ് ചെയ്യുക, നമ്മളെ വെറുതെ ഒരു ലോറിയിൽ കയറ്റി കൊണ്ടുപോകുന്ന അത്രയും സിമ്പിൾ ആയല്ലോ. ഇവിടുന്ന് വലിയൊരു റോക്കറ്റിൽ കയറ്റി അല്ലെങ്കിൽ ഒരു ബഹിരാകാശ വാഹനത്തിൽ കയറി ഫുഡ് അങ്ങോട്ട് കൊണ്ടുപോകുക എന്നൊക്കെ പറയുന്നത് വളരെ ശ്രമകരമായതും ചിലവേറിയതുമായ ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ തന്നെ ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ തന്നെ നമുക്ക് ഫുഡ് ഗ്രെയിൻസ് ഒക്കെ ഉത്പാദിപ്പിച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവിടെ വസിക്കുന്നവർക്ക് അവിടെയുള്ള അവരുടെ ഭക്ഷണത്തിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം അവിടെ തന്നെ അവർ വികസിപ്പിക്കുന്ന ഒരു ഘട്ടം എത്താം. അപ്പോൾ അത്തരം പരീക്ഷണങ്ങൾ വേണം. അവിടെ എങ്ങനെ വിത്തുകൾ മുളപ്പിച്ച് ധാന്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഭക്ഷണം കൂടുതൽ നാള് ഈ സൂക്ഷ്മാണുക്കളുടെയും അല്ലെങ്കിൽ ഈ ചെയ്യാതെയും അല്ലെങ്കിൽ നാശം സംഭവിക്കാതെയും കൂടുതൽ കാലം വർഷങ്ങളോളം ഇരിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ പറ്റുമോ? ഇത്തരം പരീക്ഷണങ്ങൾ ബഹിരാകാശ ലോകത്ത് ആവശ്യമാണ്. ബഹിരാകാശത്ത് നമ്മൾ പോയി ജീവിക്കുന്നിടത്തോളം കാലം ഇങ്ങനെ മനുഷ്യന് ആവശ്യമായ എല്ലാ സാമഗ്രികളും അവിടെ തന്നെ വികസിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അത്തരം പരീക്ഷണങ്ങളിൽ ചിലതൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഈ ശുഭാംശുവിൻ്റെ പരീക്ഷണങ്ങളിൽ കാണുന്നത്. ഒന്ന്, പിന്നെ വിത്തുകൾ അവിടെ മുളപ്പിക്കാൻ പറ്റുമോ? ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള വിത്തുകൾ, സർവകലാശാലയിൽ നിന്നുള്ള ഉൾപ്പെടെയുള്ള വിത്തുകൾ അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആ വിത്തുകൾ കൃത്യമായിട്ട് മുളയ്ക്കുന്നുണ്ടോ, മുളയ്ക്കാൻ ആവശ്യമായ സാഹചര്യമുണ്ടോ? പിന്നെ നമ്മൾ എപ്പോഴും കാണേണ്ട ഒരു കാര്യം, ഈ ശൂന്യാകാശ വാഹനങ്ങളുടെ അകത്ത് അല്ലെങ്കിൽ ബഹിരാകാശ വാഹനങ്ങളുടെ അകത്ത് ഗ്രാവിറ്റി ഇല്ല. അതായത് നമ്മളിവിടെ മുകളിലോട്ട് ചാടിയാൽ താഴേക്ക് വീഴും. അത്തരൊരു സംവിധാനം അവിടെ ഇല്ല. അവിടെ ഇങ്ങനെ പറന്ന് കിടക്കുന്ന പോലെ ഒരു ഭൂമിയുടെ ഒരു ആകർഷണ ബലവും ഇല്ലാത്തൊരു സ്ഥലത്താണിത് നമ്മൾ ഈ ബഹിരാകാശ വാഹനങ്ങൾ. അപ്പോൾ അവിടെ ഈ വിത്തുകൾ മുളയ്ക്കുന്നത് എങ്ങനെ, മുകളിലോട്ട് മുളയ്ക്കുക എന്ന് പറയുമ്പോൾ മുകളെവിടെയാണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ഈ സസ്യങ്ങൾ പൊരുത്തപ്പെടുക എന്നുള്ളതൊക്കെ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ മനുഷ്യരുടെ പേശി ബലങ്ങൾ, നമുക്കറിയാലോ, നമ്മളൊക്കെ ഈ മസിൽ പവറിലാണ് ജീവിക്കുകയും നടക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത്തരം പേശികളുടെ ശക്തിയൊക്കെ ഈ ഗ്രാവിറ്റി ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ എങ്ങനെ പിന്നെ അഫക്റ്റ് ചെയ്യപ്പെടുന്നു? ഇത്തരം പരീക്ഷണങ്ങൾ ആവശ്യമാണ്. അതുപോലെ നമ്മുടെ ഇലക്ട്രോണിക് ഡിസ്പ്ലേകൾ, ഇപ്പോൾ നമ്മളെല്ലാം മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഡിസ്പ്ലേകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബഹിരാകാശ സംവിധാനങ്ങളുടെ അകത്ത് അത്തരം ഇലക്ട്രോണിക് ഡിസ്പ്ലേകളുടെ പ്രവർത്തനത്തിലുണ്ടാകുന്ന കുഴപ്പങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ മേന്മകളോ അവയുടെ പ്രശ്നങ്ങളോ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിക്കേണ്ടതുണ്ട്. വേറൊരു ആസ്പെക്ട് കൂടി ആലോചിച്ചാൽ, പലപ്പോഴും പലപ്പോഴും പറയാറുണ്ട്, ഒരുപക്ഷെ ചന്ദ്രനിൽ പോയി കുറേ നാൾ നമ്മൾ താമസിക്കുന്ന ഒരു ഘട്ടം വരും. അപ്പോൾ ഈ ചന്ദ്രനിലേക്ക് പോയി ആഴ്ചകളോളം താമസിക്കണമെങ്കിൽ അവിടെ ഇതേപോലെയുള്ള ഫുഡും മറ്റ് സൗകര്യങ്ങളൊക്കെ ഒരുക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം വലിയ പരീക്ഷണങ്ങളുടെ ഒരു ചെറിയ തുടക്കം എന്നുള്ള രീതിയിലാണ് ഇത്തരം പരീക്ഷണങ്ങളെ നമ്മൾ കാണേണ്ടത്. ഒരു കാര്യം കൂടി പറയാം, നമ്മളിപ്പോൾ ചൊവ്വയിലോട്ടോ മറ്റൊക്കെ പോകുന്ന ഒരു ദൗത്യം വന്നാൽ ഒറ്റയടിക്ക് ഒരുപക്ഷെ ചൊവ്വയിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല. കാരണം അതിനകത്ത് ഒത്തിരി സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ പോയി, അതൊക്കെ ശരിയാണ്, മംഗൾയാൻ പോയി, പക്ഷേ ആളുകളെയും കൊണ്ട് അത്രയും ദൂരം നമുക്ക് ഒറ്റയടിക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഇടത്താവളങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. ചന്ദ്രനൊരു ഇടത്താവളമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഘട്ടമൊക്കെ ഒരുപക്ഷെ വന്നേക്കാം ഭാവിയിൽ, നമുക്കൊന്നും പറയാൻ കഴിയും. അപ്പോൾ ആ സാഹചര്യങ്ങളിലൊക്കെ മനുഷ്യന് താമസിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ എങ്ങനെയാവണം, എത്ര രീതിയിൽ വേണം എന്നൊക്കെയുള്ള പരീക്ഷണങ്ങൾ ഉൾപ്പെടെ നമുക്ക് ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ഈ ബഹിരാകാശ വാഹനത്തിനകത്ത് ഇരുന്ന് നമുക്ക് നടത്താൻ കഴിയും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്.